2019 റിലീസ് ചെയ്ത ഒരു കൊറിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ആഷ്ഫാൾ. ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ എഫക്റ്റിൽ വളരെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. അതിൽപ്പെട്ട് കൊറിയ മുഴുവനും കുലുങ്ങുന്നു. അവസാനത്തെ ഒരു പൊട്ടിത്തെറി കൂടി ഉണ്ടായാൽ കൊറിയയുടെ 48% നശിച്ചു പോകും. അത് തടയാൻ എന്ത് ചെയ്യുമെന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ട് തന്നെ അറിയാം. മൂവി വേണ്ടവർക്ക് ഞാൻ എന്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ ആദ്യം കാണിക്കുന്നത് കൊറിയൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന AN-M64 എന്ന ഒരു ബോംബ് നിർവീര്യമാക്കുന്ന ഹീറോയെയാണ്. അവന്റെ പേര് ജോ. ആളൊരു ആർമി ക്യാപ്റ്റൻ ആണ്. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്തോ മറന്നതുപോലെ ജോയ്ക്ക് തോന്നുന്നത്. അത് വേറൊന്നുമല്ല, ജോയിയുടെ വൈഫ് പ്രഗ്നന്റ് ആണ്. അവളുടെ പേര് ചോയ്. ഇന്ന് ചെക്കപ്പിന് കൂടെ ചെല്ലാന്ന് പറഞ്ഞതാണ്. പക്ഷെ ആളതങ്ങ് മറന്നുപോയി. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ചോയ് പുറത്തേക്ക് ഇറങ്ങി ജോയെ വിളിക്കുന്നു. ഞാൻ എത്തി എന്റെ ചക്കരെ, നീ അവിടെ നിന്ന് എത്തി നോക്കിയാൽ എന്നെ കാണാം. ഞാൻ ഇപ്പൊ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞ് ജോ അവളെ സോപ്പിടാൻ നോക്കുന്നുണ്ട്. നിങ്ങളെ എനിക്കറിയില്ലേ, എന്നെങ്കിലും നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് സമയത്തിന് നിങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവൾ ജോയെ വഴക്ക് പറയുന്നു. അതൊക്കെ പോട്ടെ, നമ്മുടെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ജോ ചോദിക്കുന്നു. അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. അവിടെ ഒരു ടിവിയിൽ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന ന്യൂസ് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ടിവിയിലുള്ള സ്ഥലം ഒന്ന് കുലുങ്ങിയിട്ട് കൾച്ചറൽ സെന്ററിൽ മൊത്തവും ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ വീഴുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അപ്പോൾ തന്നെ എല്ലാവരുടെയും ഫോണിലേക്ക് അലർട്ട് മെസ്സേജ് വരുന്നു. 7.8 തീവ്രത രേഖപ്പെടുത്തിയ അതിഭയങ്കരമായ ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ആ മെസ്സേജിൽ പറയുന്നുണ്ട്. ആ നിമിഷം തന്നെ ജോ ഇരിക്കുന്ന സ്ഥലവും കുലുങ്ങാൻ തുടങ്ങുന്നു. ഭൂമിക്കടിയിലുള്ള ഗ്യാസ് നിലയങ്ങളെല്ലാം പൊട്ടാൻ തുടങ്ങി. ബിൽഡിംഗ്സ് എല്ലാം കിടന്ന് കുലുങ്ങുകയാണ്. ജോ പെട്ടെന്ന് തന്നെ വണ്ടിയും എടുത്ത് അവിടുന്ന് പോകുന്നു. ട്രാഫിക് ഒന്നും നോക്കാതെ വെട്ടിത്തിരിച്ചാണ് വണ്ടിയും കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് അവന്റെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരു ട്രക്ക് പാഞ്ഞു വരുന്നു. പക്ഷേ ജോയുടെ കാർ ആ ട്രക്കിന് മുകളിൽ കൂടെ കയറി രക്ഷപ്പെടുന്നു. കാരണം ആ ട്രക്ക് അവിടെ ഉണ്ടായ വലിയൊരു കുഴിയിലേക്ക് താന്നു പോയിരുന്നു. അവിടെയുള്ള ബിൽഡിംഗ്സ് എല്ലാം ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. ജോ അതിനിടയിൽ കൂടിയൊക്കെ കാറുമായി എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നു. പോകുന്ന വഴി കാർ മറ്റൊരു വണ്ടിയിൽ ഇടിച്ചു നിൽക്കുന്നു. ജോ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ അവന് മുന്നിലുള്ള വലിയൊരു ബിൽഡിംഗ് എപ്പോഴും തന്നെ നിലം പതിക്കുന്നു. അതിന്റെ ഇടയിൽ പെടാതെ എങ്ങനെയൊക്കെയോ അവൻ ഓടി രക്ഷപ്പെടുന്നു. ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ന്യൂസിൽ പറയുന്നുണ്ട്. ബേക്കിഡു എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പൊട്ടിത്തെറിയാണ് ഇത്. മാത്രമല്ല, കൊറിയൻ ഉപദ്വീപ് മുഴുവനായും ഈ ഭൂമി കുലുക്കത്തിൽ തകർന്നിരിക്കുകയാണ്. വിമാന സർവീസുകളെല്ലാം തടസ്സപ്പെട്ടു. പ്രധാന പാതകളെല്ലാം തകർന്നുപോയി. അമേരിക്കയാണെങ്കിൽ കൊറിയയിലുള്ള അമേരിക്കൻ പൗരന്മാരെയെല്ലാം അവിടുന്ന് മാറ്റാനുള്ള ഉത്തരവിട്ട് കഴിഞ്ഞു എന്നും ന്യൂസിൽ പറയുന്നുണ്ട്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ഡോൺലിയെയാണ്. ഈ പടത്തിലെ പേര് കാങ് എന്നാണ്. പ്രസിഡന്റിന്റെ സീനിയർ സെക്രട്ടറി കാങ്ങിനെ കാണാനായി അവിടേക്ക് വരുന്നു. നിങ്ങളല്ലേ പ്രൊഫസർ കാങ് എന്ന് സെക്രട്ടറി ചോദിക്കുന്നു. ഞാൻ പ്രൊഫസർ ഒന്നുമല്ല, കുറച്ചു മുമ്പ് ഞാനൊന്ന് റിസൈൻ ചെയ്തതേ ഉള്ളൂ. ഇവാക്യുവേഷൻ ഉത്തരവനുസരിച്ച് എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകണം. കാരണം ഞാനൊരു അമേരിക്കൻ പൗരനാണ്. ഇത് കേട്ട സെക്രട്ടറി, നിങ്ങൾ 3 വർഷം മുമ്പേ പ്രസിദ്ധീകരിച്ച് ആ പ്രബന്ധം ഞങ്ങൾ വായിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് വേണമെന്നും അവർ പറയുന്നു. ഞാൻ എങ്ങോട്ടേക്കും ഇല്ലെന്ന് കാങ് പറയുന്നു. എങ്കിൽ ഇവിടെ നേരത്തെ ഉണ്ടായ ഒരു കേസിൽ നിങ്ങൾ സാക്ഷിയാണെന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളെ ഇവിടുന്ന് വിടാതിരിക്കാൻ പറ്റുമെന്ന് സെക്രട്ടറി പറയുന്നു. എന്താ ഭീഷണിയാണോ എന്ന് കാങ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിനപ്പുറവും ചെയ്തേക്കുമെന്ന് സെക്രട്ടറി പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ കാങ് അവരോടൊപ്പം പോകുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഫോടനം താരതമ്യേന ദുർബലമായിരിക്കും. പക്ഷെ അവസാനത്തേതാണ് പ്രശ്നം. അത് റിക്ടർ സ്കെയിലിൽ 8 തീവ്രത രേഖപ്പെടുത്തേണ്ടി വരും. അത് കൊറിയൻ ഉപദ്വീപിൽ 48% കേടുപാടുകൾ ഉണ്ടാക്കുമെന്ന് അവിടെ നടന്ന കോൺഫറൻസിൽ പറയുന്നു. ഇത് കേട്ടിട്ട് 600 കിലോ ടൺ കൃത്രിമ സ്ഫോടന വസ്തുക്കൾ അഗ്നിപർവ്വതത്തിന്റെ 5 കിലോമീറ്റർ പരിധിയിൽ വെച്ച് പൊട്ടിച്ചാൽ അത് അതിന്റെ മർദ്ദത്തെ 45% കുറയ്ക്കാൻ ഒരു 3.48% ചാൻസ് ഉണ്ടെന്ന് കോങ് പറയുന്നു. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുമ്പോൾ കോങ് അവിടെ ഇരുന്ന ഒരു കോഫി കപ്പ് എടുത്ത് അതിലേക്ക് ഒരു ഊട്ടയിടുന്നു. അപ്പോൾ അതിൽ കൂടി കോഫി എല്ലാം താഴേക്ക് ഒഴുകി പോകുന്നു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതും എന്ന് കോങ് പറയുന്നു. ഇത്രയും ശക്തിയുള്ള ഒരു സ്ഫോടനം അത് ആ ലാവയുടെ മർദ്ദം കുറയ്ക്കും. ഇത് ആ ലാവയ്ക്ക് ചുറ്റുമുള്ള സ്ഥലം തകർത്ത് പുതിയൊരു വഴി ഉണ്ടാക്കും. പക്ഷേ ഇതിന് കൃത്യമായ കണക്കുകൂട്ടലുകൾ ആവശ്യമാണെന്നും കോങ് പറയുന്നു. അതിനുശേഷം അവിടെയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ അവിടെയുള്ള എല്ലാവർക്കും ഒരു ഫയൽ കൊടുക്കുന്നു. ഇതിൽ ആകെ മൊത്തം 12 കനികളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രൊഫസർ പറഞ്ഞതിന് യോജിക്കുമോ എന്ന് നോക്കാൻ അയാൾ പറയുന്നു. ഖനി 9 ഏകദേശം 3.5 കിലോമീറ്റർ ആഴമുള്ളൊരു കുഴിയുണ്ടല്ലോ. മാത്രമല്ല അതൊരു ചെമ്പ് കനിയാണ്. ഇത് മതിയെന്ന് കോങ് പറയുന്നു. 600 കിലോ സ്ഫോടന വസ്തുക്കൾ എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അത് എങ്ങനെയാണെന്ന് അവിടെ ഇരുന്ന ഒരാൾ ചോദിക്കുന്നു. അതിന് നിങ്ങളൊരു ന്യൂക്ലിയർ ഫിക്ഷൻ തന്നെ നടത്തേണ്ടി വരുമെന്ന് കോങ് പറയുന്നു. ന്യൂക്ലിയർ ബോംബിടുന്ന കാര്യം കേട്ട് അവിടെ എല്ലാരും ഞെട്ടിപ്പോകുന്നു. എന്റെ
സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പ്രസിഡന്റ് കോങ്ങിനോട് ചോദിക്കുന്നു. തീർച്ചയായും ഞാൻ ഒന്നും ചെയ്യില്ല, മാത്രമല്ല ഞാൻ സ്ഫോടനം നടക്കുന്നത് നോക്കി നിൽക്കത്തേ ഉള്ളൂ എന്ന് കോങ് പറയുന്നു. 3.48% എന്ന് നിങ്ങൾ പറഞ്ഞ ആ സാധ്യത, അതുമായി മുന്നോട്ട് പോകാൻ ആ പ്രസിഡന്റ് കോങ്ങിനോട് പറയുന്നു. പക്ഷേ 600 കിലോ ടണ്ണിന്റെ ന്യൂക്ലിയർ സ്ഫോടന വസ്തുക്കൾ കിട്ടാൻ പ്രയാസമാണെന്ന് കോങ് പറയുമ്പോൾ എങ്കിൽ നമുക്കത് മോഷ്ടിക്കേണ്ടി വരുമെന്ന് സെക്രട്ടറി പറയുന്നു. ഇവിടെ നമ്മുടെ ജോയെ കാണാൻ മേജർ വരുന്നു. നീ ബോംബൊക്കെ നിർവീര്യമാക്കാനുള്ള പരിശീലനം 12 തവണ പൂർത്തിയാക്കിയതല്ലേ? കൊള്ളാം, നിന്റെ റെക്കോർഡ്സ് ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മേജർ പറയുന്നു. പക്ഷേ സർ, ഞാൻ ഈ ജോലി ഉപേക്ഷിക്കാനിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നു. നീ നിന്റെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് എങ്ങോട്ട് പോകും? റോഡും റെയിൽവേസും എല്ലാം തകർന്നിരിക്കുകയാണ്. നീ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ നിന്റെ കുടുംബത്തെ US പൗരന്മാരുടെ ഇവാക്യുവേഷൻ ലിസ്റ്റിൽ ചേർത്ത് നിങ്ങളെ അമേരിക്കയിലേക്ക് പോകാൻ അനുവദിക്കാമെന്ന് അയാൾ പറയുന്നു. വേറെ വഴിയില്ലാതെ ജോ അത് ഏറ്റെടുക്കുന്നു. ജോ അവന്റെ വൈഫിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. നീ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലണം. ഞാൻ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കൃത്യസമയത്തേക്ക് അവിടെ എത്തും. അവിടുന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അമേരിക്കയിലേക്ക് പോകാമെന്നും ജോ പറയുന്നു. എനിക്ക് വേറൊന്നും അറിയണ്ട, നീ കൃത്യസമയത്ത് അവിടെ എത്തണം. ഞാനും എന്റെ കുഞ്ഞ് നിനക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കും. നീ കൃത്യസമയത്ത് അവിടെ വരുമെന്ന് എനിക്ക് വാക്ക് തരാൻ അവൾ പറയുമ്പോൾ ജോ അപ്പോൾ തന്നെ അവർക്ക് വാക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് ഷോട്ടിൽ കാണിക്കുന്നത് മിലിറ്ററി ഓഫീസാണ്. അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം റഡാറിന് താഴെയാണ് ഉത്തര കൊറിയ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് സാറ്റലൈറ്റിന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഒരു ചാരൻ ഉത്തര കൊറിയയിലുണ്ട്. അവന്റെ പേര് റീ എന്നാണ്. ആയുധങ്ങളുടെ എല്ലാം ലൊക്കേഷൻ അവൻ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എങ്ങനെയോ ആ രഹസ്യം പുറത്തായി. ഇപ്പോൾ അവൻ ജയിലിലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റീയുടെ ദേഹത്ത് ഒരു GPS ട്രാക്കർ ഘടിപ്പിച്ചിരുന്നു. റീയെ കണ്ടെത്തി ആയുധശേഖരങ്ങൾ സുരക്ഷിതമാക്കുക, അതാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങളുടെ ടീം ഖനിക്കുള്ളിൽ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ രണ്ടാമത്തെ ടീം ചെയ്തോളൂ. നിങ്ങൾ ഡിറ്റനേറ്ററിൽ യുറേനിയം സ്ഥാപിക്കുക മാത്രം ചെയ്താൽ മതി. മാത്രമല്ല, ക്ഷണിക്കപ്പെടാതെ അതിർത്തിരേഖ കടക്കുന്നത് അധിനിവേശ ലംഘനം തന്നെയാണ്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണമെന്നും അവരോട് പറയുന്നു. പിന്നീട് ജോയെയും ടീമിനെയും ഡിറ്റനേറ്റർ കാണിച്ചു കൊടുക്കുന്നു. ഇതിൽ യുറേനിയം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ന്യൂക്ലിയർ വെപ്പണിന്റെ ഏറ്റവും കന കുറഞ്ഞ രൂപമായി മാറും. അതുകൊണ്ട് ഇതിന്റെ ടൈമർ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇത് ഓഫ് ആക്കാൻ കഴിയില്ല. സ്ഫോടനമൊക്കെ സ്പെഷ്യലിസ്റ്റുകൾ ചെയ്തോളും. നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നും അവരോട് പറയുന്നു. അങ്ങനെ ജോയും ടീമും കൂടി അവിടുന്ന് പുറപ്പെടുകയാണ്. ആൽഫ 1, ആൽഫ 2 എന്നീ 2 ടീമുകളായി പിരിഞ്ഞാണ് പോകുന്നത്. അതിൽ ആൽഫ 1 ആണ് ജോയുടെ ടീം. പർവ്വതത്തിൽ നിന്നും ഉയർന്ന ചാരം കാരണം രണ്ടാമത്തെ ടീം സഞ്ചരിച്ചിരുന്ന ഫ്ലൈറ്റിന്റെ എഞ്ചിൻ കേടായി അതിന് തീ പിടിച്ച് താഴേക്ക് വീഴുന്നു. ജോയോടും ടീമിനോടും എത്രയും പെട്ടെന്ന് താഴേക്ക് എടുത്ത് ചാടാൻ കമാൻഡർ ഉത്തരവിടുന്നു. അങ്ങനെ അവർ എല്ലാവരും പാരച്യൂട്ട് ഉപയോഗിച്ച് താഴേക്ക് ചാടുന്നു. സേഫ് ആയി തന്നെ താഴെ ലാൻഡ് ചെയ്യുന്നു. പക്ഷേ GPS ട്രാക്കറും കനികളുടെ മാപ്പും എല്ലാം രണ്ടാമത്തെ ടീമിന്റെ കയ്യിലാണ്. അത് എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ ക്യാപ്റ്റൻ ജോയോട് പറയുന്നു. അങ്ങനെ ജോയും ടീമും കൂടി അതെടുക്കാനായി ആ ഫ്ലൈറ്റിലേക്ക് ചെല്ലുന്നു. അവർ അകത്ത് ചെന്ന് ആ ബാഗ് എടുക്കുന്ന നിമിഷം തന്നെ ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ജോയും ടീമും ഒരുവിധം രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തുന്നു. ക്യാപ്റ്റൻ വിളിക്കുമ്പോൾ ആ ബാഗ് ഞങ്ങൾ സുരക്ഷിതമായി എടുത്തുവെന്ന് ജോ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. രണ്ടാമത്തെ ടീമിലുള്ളവർ മുഴുവൻ മരിച്ചതുകൊണ്ട് തന്നെ ആ ദൗത്യം കൂടി ഇനി ഇവർ ചെയ്യണമെന്ന് ക്യാപ്റ്റൻ പറയുന്നു. ഞങ്ങൾക്ക് ബാക്കപ്പ് വേണമെന്ന് ജോ പറയുമ്പോൾ നമുക്ക് ബാക്കപ്പ് ഇല്ല എന്ന് ക്യാപ്റ്റൻ പറയുന്നു. എല്ലാ എയർ റോഡ് ഗതാഗതം മുഴുവൻ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏക ടീം നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തേ മതിയാകൂ എന്ന് ക്യാപ്റ്റൻ പറയുന്നു. അങ്ങനെ ജോയും ടീമും കൂടി റീ കിടക്കുന്ന ജയിലിന്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ മുഴുവൻ സംഘർഷം നടക്കുന്നത് കൊണ്ട് തന്നെ ജയിലിന്റെ സെക്യൂരിറ്റീസ് എല്ലാം മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ജോയും ടീമും വളരെ എളുപ്പത്തിൽ തന്നെ അകത്തേക്ക് കടക്കുന്നു. അവിടെ ചെന്ന് ജയിലിൽ കിടക്കുന്ന റീയുടെ കോലം കണ്ട് ഇവരെല്ലാം ഞെട്ടിപ്പോകുന്നു. മുടിയും താടിയും എല്ലാം വളർത്തിയ ഒരു വൃത്തികെട്ട രൂപം. ഇവരെ കണ്ടതും നിങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണല്ലോ എന്ന് റീ ചോദിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കാൻ റീ പറയുമ്പോൾ അത് നിങ്ങളല്ല പറയേണ്ടത്, ഞങ്ങൾ ചെയ്തോളാം എന്ന് ജോ പറയുന്നു. എന്നിട്ടൊരു ചെറിയ ബോംബ് വെച്ച് ജയിലിന്റെ പൂട്ട് തകർത്ത് റീയെ അവർ പുറത്തിറക്കുന്നു. കുറെ കാലമായില്ലേ ഞാൻ ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് കുറച്ച് ശുദ്ധവായു ശ്വസിക്കുന്നത്. എനിക്കൊന്ന് കുളിച്ചാൽ കൊള്ളാമെന്ന് റീ പറയുന്നു. അങ്ങനെ അവർ റീയും കൊണ്ട് മറ്റൊരു ബിൽഡിംഗിലേക്ക് ചെല്ലുന്നു. നിങ്ങൾക്ക് കുറച്ച് ആയുധം വേണമല്ലേ? എന്നിട്ടത് ഖനിയിലിട്ട് പൊട്ടിക്കണം അല്ലേ? എന്നിട്ട് അഗ്നിപർവ്വത സ്ഫോടനം തടയണം അല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി റീ അവരെ നോക്കി ചിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് ആയുധം എവിടെയുണ്ടെന്ന് കാട്ടിത്തന്നാൽ മാത്രം മതി. അവിടെ എത്തിയാൽ ഞങ്ങൾ നിങ്ങളെ വിട്ടയക്കാമെന്ന് ജോ റീയോട് പറയുന്നു. അത് കേട്ട് റീ പെട്ടെന്ന് ജോയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ നടന്നു വരുന്നു. ഇത് കണ്ട് ജോ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നു. റീ ജോയുടെ അടുത്തേക്ക് വന്നിട്ട് സേഫ്റ്റി ബട്ടൺ ഓണാക്കിയില്ലെങ്കിൽ ഇത് വെടിവെക്കില്ല എന്ന് പറഞ്ഞ് തോക്കിന്റെ സേഫ്റ്റി ബട്ടൺ ഓണാക്കി കൊടുക്കുന്നു. അങ്ങനെ കുളിക്കാനായിട്ട് റീ ബാത്റൂമിൽ കയറുന്നു. എങ്ങനെയോ ജോയുടെ കയ്യിൽ നിന്നും ആ മാപ്പ് റീ അടിച്ചു മാറ്റുന്നു. എന്നിട്ട് അതിലെ റൂട്ടുകളെല്ലാം മനപ്പാടം
വെള്ളമാക്കിയ ശേഷം ആ മാപ്പ് മുഴുവൻ അയാൾ വിഴുങ്ങുന്നു. എന്നിട്ട് ഷേവ് ചെയ്ത അതേ കത്തി ഉപയോഗിച്ച് തന്നെ തലയിൽ ചെറിയൊരു മുറിവുണ്ടാക്കി അതുവഴി അയാളുടെ ദേഹത്തുള്ള GPS ട്രാക്കർ പുറത്തെടുക്കുന്നു. റിയയും കുട്ടി എല്ലാവരും ആയുധം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വെച്ച് റിയും ടീമേറ്റ്സും എന്തോ കഴിക്കുന്നത് കണ്ട് എനിക്കും വേണമെന്ന് പറഞ്ഞ് റിയ അത് മേടിച്ച് കഴിക്കുന്നു. പക്ഷെ അതിന് നല്ല പുളിയായിരുന്നു. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ട് കുറെ കാലമായി, അതുകൊണ്ട് താടിക്കൊക്കെ നല്ല വേദനയാണെന്ന് റീ പറയുന്നു. ഈ സമയം ജോ തന്റെ പേഴ്സ് തപ്പുമ്പോൾ അത് കാണുന്നില്ല. നീ എന്താ തപ്പുന്നത്, ഇതാണോ എന്ന് പറഞ്ഞ് ജോയുടെ പേഴ്സ് എടുത്ത് റീ കാണിക്കുന്നു. ജോ അത് മേടിച്ചിട്ട് ഇതിനകത്തുള്ള മാപ്പ് എന്ത് എന്ന് റിയോട് ചോദിക്കുന്നു. അത് നിനക്ക് ആവശ്യമുള്ളതായിരുന്നു, ഞാൻ അതങ്ങ് തിന്നു എന്ന് റീ പറയുന്നു. അതിന്റെ എല്ലാ റൂട്ടുകളും എന്റെ തലയിൽ തന്നെയുണ്ട്, അതൊരു ലൈഫ് ഇൻഷുറൻസ് പോലെ എന്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് റീ പറയുന്നു. ഇത് കേട്ട് ടായ് സിംഗ് എന്ന പേരുള്ള ടീംമേറ്റ് ദേഷ്യം കൊണ്ട് റിയെ അടിക്കുന്നു. എന്റെ കയ്യിലെ വിലങ്ങ് ഇവിടെ തന്നെ കാണണേ എന്ന് നീ പ്രാർത്ഥിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണെന്ന് റീ പറയുന്നു. ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി എല്ലാവരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ആ സമയത്ത് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ റീ അവിടെയുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് പോകുന്നു. അവരെ നോക്കാനായി ടായ് സിംഗിനെയും പുറകെ പറഞ്ഞയക്കുന്നു. ടായിയെ കണ്ടപ്പോൾ സിഗരറ്റ് കത്തിക്കാൻ എനിക്കൊരു ലൈറ്റർ തരുമോ എന്ന് റീ ചോദിക്കുമ്പോൾ അവൻ ലൈറ്റർ എറിഞ്ഞു കൊടുക്കുന്നു. തിരിച്ച് റീയും ആ ലൈറ്റർ അതേ കണക്ക് തന്നെ എറിഞ്ഞു കൊടുക്കുന്നു. വണ്ടിക്കകത്ത് വെച്ച് അടിയുണ്ടായപ്പോൾ റീ വിലങ്ങിന്റെ താക്കോൽ അടിച്ചു മാറ്റിയിരുന്നു. അതുപയോഗിച്ച് വിലങ്ങഴിച്ച് ടായ് സിംഗിനെയും അടിച്ചു വീഴ്ത്തി റീ അവിടുന്ന് രക്ഷപ്പെടുന്നു. കുറെ നേരം കഴിഞ്ഞ് അവരെ കാണാതെ അന്വേഷിച്ചു ചെന്നപ്പോൾ ടായ് സിംഗ് ബോധമറ്റി കിടക്കുന്നതാണ് ഇവർ കാണുന്നത്. ജോയും ടീമും കൂടി റിയയും തിരക്കി അവിടെ മുഴുവൻ അരിച്ചു വെറുക്കുകയാണ്. ഈ സമയം റീ അവന്റെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് അവിടെ ഒളിച്ചു വെച്ചിരിക്കുന്ന തോക്കും എല്ലാം എടുത്ത് സെറ്റ് ചെയ്യുന്നു. അവിടെ സോഫയിൽ ഒരു സ്ത്രീ ഡ്രഗ്സ് എല്ലാം അടിച്ച് ബോധമില്ലാതെ കിടപ്പുണ്ട്. റീ വെള്ളം ഒഴിച്ച് അവരെ ഉണർത്തുന്നു. അത് റീയുടെ വൈഫായിരുന്നു. എന്റെ മകൾ എവിടെയെന്ന് റീ ചോദിക്കുന്നു. അവൾ ബോച്ചിയോണിൽ എന്റെ അനിയന്റെ കൂടെയാണെന്ന് അവർ പറയുന്നു. എന്ത് ബോച്ചിയോണിലോ? അത് ആ അഗ്നിപർവ്വത്തിന്റെ അടുത്തുള്ള സ്ഥലമല്ലേ? നിനക്ക് എങ്ങനെ എന്റെ മോളെ അങ്ങോട്ടേക്ക് അയക്കാൻ തോന്നി എന്ന് റീ ചോദിക്കുന്നു. നിങ്ങളെന്താ വലിയ അച്ഛനാകാൻ നോക്കുവാണോ എന്ന് അവർ ചോദിക്കുന്നു. എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, നീയാണോ എന്നെ ഒറ്റിക്കൊടുത്തതെന്ന് റീ ചോദിക്കുമ്പോൾ അതെ എന്ന് അവർ പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന് റീ അവരെ ഷൂട്ട് ചെയ്യുന്നു. വെടിവെച്ച ശബ്ദം ജോയും ടീമും കേട്ട് ആ ഫ്ളാറ്റിലേക്ക് അവർ വരുന്നു. പക്ഷേ റീ ആ വെടിവെച്ചത് സോഫയിലേക്കായിരുന്നു. നീ നിന്റെ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചോ എന്ന് റീ ചോദിക്കുമ്പോൾ ഞാനല്ല, നിങ്ങളാണ് ഞങ്ങളെ ഉപേക്ഷിച്ചതെന്ന് അവർ പറയുന്നു. അപ്പോഴേക്കും ജോയും ടീമും അവിടെ വരുന്നു. അവർ വീണ്ടും അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ സമയം ജോയ് ബാഗെല്ലാം പാക്ക് ചെയ്ത് അമേരിക്കയിലേക്ക് പോകാനായി റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ ജോയും ടീമും വലിയ പ്ലാനിങ്ങിലാണ്. കുറച്ചുപേർ ഒഴികെ ബാക്കി എല്ലാ സെക്യൂരിറ്റീസും പോയെന്നും ടായ് സ്നൈപ്പിംഗ് എല്ലാം ശരിയാക്കി കഴിഞ്ഞ് പൊസിഷനിൽ വന്നു നിന്ന് ടീമിനെ കവർ ചെയ്യണമെന്നും ഒക്കെ ജോ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് എന്താ നിന്റെ പ്ലാൻ എന്ന് റീ ചോദിക്കുന്നു. അതാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ജോ പറയുമ്പോൾ എങ്കിൽ നീ നടക്കാത്ത കാര്യമാണ് പറയുന്നതെന്ന് റീ പറയുന്നു. ആദ്യം ശത്രുവിന്റെ കണ്ണ് മറയ്ക്കണം. ഈ അടഞ്ഞ ഫാക്ടറി തന്നെയാണ് അതിന്റെ മറ. വെപ്പൺസ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് താഴെയാണ്. നിങ്ങൾ ആദ്യം ജനറേറ്റർ ഓഫ് ചെയ്യണം. നിങ്ങളുടെ എല്ലാം കയ്യിൽ നൈറ്റ് വിഷൻ ഗ്ലാസ് ഇല്ലേ, അത് ഉപയോഗിക്കണം. എമർജൻസി ജനറേറ്റർ സ്റ്റാർട്ട് ആകാൻ 2 മിനിറ്റ് എങ്കിലും എടുക്കും. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് റീ പറയുമ്പോൾ എസ് സാർ എന്നെല്ലാവരും പറയുന്നു. ഇത് കേട്ടിട്ട് എനിക്കാണ് ഇവിടെ ചാർജ് എന്ന് ജോ പറയുന്നു. എങ്കിൽ നീ പറ എന്ന് റീ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അവന്റെ പ്ലാൻ എന്റെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ടായ് നീ ആദ്യം ജനറേറ്റർ കണ്ടുപിടിച്ച് അത് ഓഫ് ചെയ്യാൻ ജോ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അകത്ത് കയറുന്നു. അപ്പോൾ തന്നെ ഒപ്പോണന്റ് ആർമി ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അകത്ത് പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. ടായ് സിംഗിന് ജനറേറ്റർ ഓഫ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അവൻ ഒരു ബോംബ് വെച്ച് അതങ്ങ് തകർക്കുന്നു. പക്ഷേ ബേസ്മെന്റ് 2 കറണ്ട് മാത്രമേ പോയുള്ളൂ. ജോ ഉള്ള സ്ഥലത്ത് ഇപ്പോഴും ജനറേറ്റർ ഓൺ ആണ്. ബേസ്മെന്റ് 2 എല്ലാവരെയും ജോയുടെ ടീംമേറ്റ്സ് കൊല്ലുന്നു. പക്ഷേ ജോയുടെയും റീയുടെയും അടുത്തേക്ക് ആർമി വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റീ ജോയെ വെടിവെച്ചിടുന്നു. എന്നിട്ട് ഞാൻ MPAF-ലെ മേജർ റീ ആണെന്നും ഞാനാണ് ഈ ദക്ഷിണ കൊറിയൻ ക്യാപ്റ്റനെ കൊന്നതെന്നും പറയുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വന്ന് നോക്കാൻ റീ അവരോട് പറയുന്നു. അവർ ജോയുടെ അടുത്തേക്ക് വന്നതും ജോയും റീയും കൂടി അവരെ എല്ലാരെയും കീഴ്പ്പെടുത്തി കൊല്ലുന്നു. തന്റെ പ്ലാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് വെടിവെച്ചൂടെ എന്ന് ജോ റീയോട് ചോദിക്കുന്നു. അങ്ങനെ ഇവരെയും കൂട്ടി റീ ഒരു കണ്ടെയ്നറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവരെ എല്ലാം അതിനകത്തേക്ക് കയറ്റുന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബുള്ളറ്റിൽ നിന്നും ഒരു ഫിലിം പോലെ എടുത്ത് അതിൽ നിന്നും ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് അവർ നിന്ന സ്ഥലം ഒരു ലിഫ്റ്റ് പോലെ താഴേക്ക് പോകുന്നു. എന്നിട്ട് താഴെ ചെന്ന് മറ്റൊരു ഡോറും കൂടി തുറന്നു കൊടുക്കുന്നു. ന്യൂക്ലിയർ വെപ്പൺസ് മുഴുവൻ അതിനുള്ളിലായിരുന്നു. അത് കണ്ട് ജോയും ടീംമേറ്റ്സും ഒന്ന് ഞെട്ടുന്നു. അതിനുള്ളിൽ കയറിയ ഉടൻ തന്നെ റിയെ ഇവരെല്ലാവരും കൂടി ചേർന്ന് കെട്ടിയിടുന്നു. ഇവിടെ കൊണ്ടുവന്നാൽ എന്നെ വെറുതെ വിടാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് റീ ദേഷ്യപ്പെടുന്നു. ഡിറ്റനേറ്ററിലേക്ക് ജോയും ടീംമേറ്റ്സും കൂടി ഈ സമയത്ത് ന്യൂക്ലിയർ വെപ്പൺസ് മുഴുവൻ കണക്ട് ചെയ്യുന്നു. പക്ഷേ ആ സമയത്ത് തന്നെയാണ് അടുത്ത സ്ഫോടനവും ഉണ്ടാകുന്നത്. ഇവർ നിൽക്കുന്ന ഇടമെല്ലാം കുലുങ്ങാൻ തുടങ്ങുന്നു.
ചോയ് ഈ സമയത്ത് പാലത്തിൽ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് പാലമെല്ലാം ഇടിഞ്ഞു താഴേക്ക് വിടാൻ തുടങ്ങുന്നു. അതുവഴി സ്പീഡിൽ പോയ ഒരു കാർ തട്ടി ഇവളുടെ കാറിന്റെ ഡോർ ഞണങ്ങുന്നു. അതുകൊണ്ട് എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഡോർ തുറക്കാൻ പറ്റുന്നതേയില്ല. ഈ സ്ഫോടനത്തിന്റെ പ്രഭാവത്തിൽ ഒരു ഡാം തകർന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അലേർട്ട് മെസ്സേജ് വരുന്നു. പുറത്തേക്ക് നോക്കിയ ചോയ് കാണുന്നത് വലിയ തിരമാലകൾ ഇവരെ ലക്ഷ്യം വെച്ച് വരുന്നതാണ്. മിലിറ്ററി ഓഫീസ് അടക്കം കുലുങ്ങി എല്ലാവരും ഓരോന്നിന്റെ കീഴിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ കിടന്ന് ചോക്ലേറ്റ് അലിഞ്ഞു പോകുന്നത് കാങ് ശ്രദ്ധിക്കുന്നത്. തിരമാലകൾ വരുന്നത് കണ്ട് ചായ് ഡോർ തുറക്കാൻ മാക്സിമം ശ്രമിച്ചു നോക്കുന്നെങ്കിലും അവൾക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പോഴേക്കും ആ ഭീമാകാരമായ തിരമാല ഒരു രാക്ഷസനെ പോലെ ആ പാലം മുഴുവൻ വിഴുങ്ങുന്നു. ചോയും ആ പാലത്തിലുള്ളവരുമെല്ലാം ആ വെള്ളത്തിൽപ്പെട്ട് ഒലിച്ചു പോകുന്നു. ഇവിടെയാണെങ്കിൽ എന്നെ അഴിച്ചുവിട് എന്ന് പറഞ്ഞ് റീ കിടന്ന് ബഹളം വെക്കുകയാണ്. റീ ആണെങ്കിൽ അവനെ കെട്ടിയിരുന്ന ആ കമ്പി വലിച്ചൂരി രക്ഷപ്പെടാൻ നോക്കുന്നു. അങ്ങനെ ഒരുവിധം അത് ഊരിയെടുത്ത് പുറത്തേക്ക് ഓടുന്നു. ഡോർ അടയാതിരിക്കാനായി ഒരു സ്റ്റീൽ റോളർ ഡോറിന്റെ ഇടയിൽ വെക്കുന്നു. എന്നിട്ട് ലിഫ്റ്റിൽ കയറി പുറത്തേക്ക് രക്ഷപ്പെടുന്നു. പുറത്തേക്ക് ഇറങ്ങിയ റീക്ക് ഒരു കോൾ വരുന്നു. ഡെറ്റനേറ്ററും അത് നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരു ടെക്നീഷ്യനെ കൊണ്ട് നീ വരണമെന്ന് ആരോ അതിൽ കൂടി അവനോട് പറയുന്നു. ജോയും ടീമും വെപ്പൺസുമായി വരുമ്പോൾ അവിടെ ലിഫ്റ്റ് കാണുന്നില്ല. അവൻ ചതിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് റീ ലിഫ്റ്റ് വഴി താഴേക്ക് വരുന്നത്. തനിക്ക് എന്തിന്റെ കേടാടോ എന്ന് ജോ ചോദിക്കുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാം ഇവിടെ കിടന്ന് ചത്തുപോയെന്ന് റീ പറയുന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടി ലിഫ്റ്റ് വഴി മുകളിൽ എത്തുന്നു. പക്ഷേ അപ്പോഴേക്കും ആ ബിൽഡിംഗ്സ് എല്ലാം ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങി. ജീവനും കയ്യിൽ പിടിച്ച് എല്ലാവരും എങ്ങനെയൊക്കെ ഓടി പുറത്തേക്ക് എത്തുന്നു. അവര് പുറത്തെത്തിയതും ആ ബിൽഡിംഗ്സ് മുഴുവൻ ഇടിഞ്ഞ് താഴെ വീഴുന്നു. ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ജോ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് റീ പറയുന്നു. എന്നാൽ അത് ജോ മൈൻഡ് കൂടി ചെയ്യുന്നില്ല. ജോ കമാൻഡറെ വിളിച്ച് എല്ലാം സക്സസ് ആയി എന്ന് പറയുന്നു. അത് കേട്ട് ആ ഓഫീസിലുള്ള എല്ലാവർക്കും സന്തോഷമാകുന്നു. ഈ സ്ഫോടനം നമ്മൾ വിചാരിച്ചതിൽ നേരത്തെയാണ്. അതുകൊണ്ട് അടുത്ത സ്ഫോടന സമയം ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ടാർഗറ്റ് പോയിന്റിൽ എത്തണമെന്നും കമാൻഡർ പറയുന്നു. സെക്രട്ടറി ഈ സമയം കാങ്ങിനെ കാണാനായിട്ട് ഓഫീസിലേക്ക് വരുന്നു. നമുക്ക് ഇതുവരെ എല്ലാം തെറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഖനി 7ൽ 80% ഇരുമ്പിന്റെ നിക്ഷേപമാണ്. അത് എന്തും വഹിക്കാൻ കഴിവുള്ള ഒരു ഇരുമ്പ് കോട്ടയാണ്. ഈ സ്ഫോടനത്തോടു കൂടി താപനില വീണ്ടും ഉയർന്നിരിക്കുന്നു. മൂന്നാമത് ഒരു സ്ഫോടനം കൂടി ഉണ്ടായാൽ അത് താപനില മൊത്തം കീഴ്മേൽ മറിക്കും. ആ ഇരുമ്പുകൊട്ട മൃദുവായി കൊണ്ടിരിക്കുകയാണ്. നോക്ക്, താപനില കൂടി ഈ ചോക്ലേറ്റ് മുഴുവൻ ഉരുകി പോയിരിക്കുന്നു. ആ അഗ്നിപർവ്വതത്തിന്റെ ഏറ്റവും ദുർബലമായ സ്ഥാനം ഈ ഖനി 7 ആണ്. ആ സ്ഥാനത്തിട്ട് തന്നെ നമുക്ക് അടിക്കാൻ കഴിഞ്ഞാൽ 53% വിജയസാധ്യത. 7ാമത്തെ ഖനി ഉപയോഗിച്ച് നമുക്ക് അവസാനത്തെ സ്ഫോടനം തടയാൻ കഴിയുമെന്നും കാങ് പറയുന്നു. ഈ സമയത്ത് ചോയെ കാണിക്കുന്നു. അവൾ ഒരു കുഴപ്പവുമില്ലാതെ എങ്ങനെയൊക്കെയോ വെള്ളത്തിന് മുകളിൽ വന്ന് രക്ഷപ്പെടുന്നു. ഇവിടെ ജോ ആണെങ്കിൽ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് റീഡ് നേരെ ചൂണ്ടിയിട്ട് അടങ്ങിയിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വെടിവെച്ച് കൊന്നുകളയുമെന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് വേറെ ടീംസ് ഇവരെ ആക്രമിക്കുന്നത്. എല്ലാവരും ഓടി ഓരോ സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. അവർ വെടിവെക്കുന്നത് കണ്ടിട്ട് അവർക്ക് കൃത്യമായ ഉന്നമുണ്ടെന്നും അവരുടെ കയ്യിൽ ഹീറ്റ് ഡിറ്റക്ടർ ഉണ്ടെന്നും റീ പറയുന്നു. പക്ഷെ അവർ ആരാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇത് കേട്ട് ജോ അവിടെ കിടന്ന ഒരു ട്രക്കിനെ ലക്ഷ്യമാക്കി ഓടുന്നു. ഓടിച്ചെന്ന് അതിന്റെ അടിയിൽ കയറി കത്തിവെച്ച് അതിന്റെ പെട്രോൾ ടാങ്ക് കുത്തിപ്പൊട്ടിക്കുന്നു. എന്നിട്ട് ആ ട്രക്കും കൊണ്ട് അവിടെയെല്ലാം ഒരു റൗണ്ട് ഓടിയ ശേഷം അതിലേക്ക് വെടിവെക്കാൻ ടീംമേറ്റ്സിനോട് പറയുന്നു. അവർ ആ ട്രക്ക് വെടിവെച്ച് പൊട്ടിക്കുന്നു. അങ്ങനെ അവിടെ മുഴുവൻ തീ പരക്കുന്നു. തീയുടെ അമിത ചൂട് കാരണം ഒപ്പോണൻസ് ടീമിന് ഇവരെ കാണാൻ സാധിക്കുന്നില്ല. ആ ഗ്യാപ്പിൽ റീ വണ്ടിയുമായി വന്ന് ജോയെ അതിനകത്ത് കയറ്റി അവരവിടുന്ന് പോകുന്നു. എന്റെ ടീംമേറ്റ്സ് എന്തെന്ന് ജോ ചോദിക്കുമ്പോൾ ഇത് നിനക്ക് കുറച്ച് വേദനിക്കുമെന്ന് പറഞ്ഞ് കയ്യിലുള്ള ഇലക്ട്രിക് ഗൺ ഉപയോഗിച്ച് റീ ജോയെ ഷോക്ക് അടുപ്പിക്കുന്നു. ഈ സമയത്ത് US ആർമി കൊറിയൻ മിലിറ്ററി ബേസിൽ വന്ന് എല്ലാ വർക്കുകളും നിർത്തിവെക്കാൻ ഓർഡർ കൊടുക്കുന്നു. ഈ മിഷൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ US ഗവൺമെന്റ് അനുവദിക്കില്ല എന്ന് US അംബാസഡർ കൊറിയൻ പ്രസിഡന്റിനോട് പറയുന്നു. ചൈനീസ് ബോർഡറിൽ ന്യൂക്ലിയർ ബോംബ് ഇടാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ കരാർ ലംഘിക്കും. നിങ്ങളയച്ച സൈനികരെല്ലാം സുരക്ഷിതരാണ്. അതുകൊണ്ട് ഇതെല്ലാം നിർത്തിവെക്കാൻ US ആർമി ഇവർക്ക് ഓർഡർ കൊടുക്കുന്നു. ആക്ച്വലി US ആർമി ആയിരുന്നു ജോയിൻ ടീമിനെ അറ്റാക്ക് ചെയ്തത്. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല. സ്വന്തമായി ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് കോങ് അമേരിക്കയിലേക്ക് പോകാൻ പുറപ്പെടുന്നു. ഇവിടെ പരിക്കേറ്റ് വീണ ജോയുടെ ടീംമേറ്റ്സിനെ എല്ലാം US ആർമി കൊണ്ടുപോവുകയാണ്. പക്ഷേ ടായ്സിക്കും മിൻ എന്ന മറ്റൊരു ടീംമേറ്റ്സും അവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടുന്നു. ഈ സമയം വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന റീ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. പാക്കേജ് ഞാൻ സുരക്ഷിതമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ബാച്ചോണിൽ വെച്ച് നമുക്കിത് 8 മണിക്ക് കൈമാറാമെന്നും റീ ആരോടോ പറയുന്നു. ഈ സമയത്ത് ജോയ്ക്ക് ബോധം വരുന്നു. നീ എന്തിനാണ് എന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് ജോ ചോദിക്കുന്നു. നമ്മൾ ബാച്ചോണിലേക്കാണ് പോകുന്നതെന്നും
അവിടെ വെച്ച് ഞാൻ നിന്നെ ചൈനീസ് പട്ടാളത്തിന് കൈമാറുമെന്നും റീ പറയുന്നു. എന്നിട്ട് റീ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് യൂറിൻ പാസ് ചെയ്യാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം ജോയ്ക്ക് തറയിൽ കിടന്ന ഒരു ഷെല്ല് കിട്ടുന്നു. അതുപയോഗിച്ച് അവനെ പൂട്ടിയിരിക്കുന്നതിന്റെ സ്ക്രൂ അഴിക്കാൻ ജോ നോക്കുന്നു. പക്ഷെ അവൻ അഴിച്ചു തീരാറായപ്പോഴേക്കും റീ ഇത് കാണുന്നു. വേണ്ടാത്ത ഒന്നിനും ശ്രമിക്കാതെ മര്യാദയ്ക്ക് നിന്നോണമെന്ന് റീ ജോയോട് പറയുന്നു. അത് കേട്ട ജോ വായിൽ നിന്നും GPS ട്രാക്കർ എടുത്ത് റീയെ കാണിച്ചു കൊടുക്കുന്നു. എന്റെ ടീംമേറ്റ്സ് ഇതുവഴി എന്നെ കണ്ടെത്തിക്കൊള്ളും, ഇതാണ് എന്റെ ഇൻഷുറൻസ് എന്ന് ജോ പറയുന്നു. മര്യാദയ്ക്ക് അതിവിടെ തരാൻ റീ പറയുമ്പോൾ ജോ അപ്പോൾ തന്നെ അത് വിഴുങ്ങുന്നു. നിന്നെ ഇന്ന് ഞാൻ വെട്ടിപ്പൊളിക്കുമിടാ എന്ന് പറഞ്ഞ് റീ കയ്യിൽ കിട്ടിയ ഒരു കോടാലിയും എടുത്ത് ജോയുടെ നേരെ ചെല്ലുന്നു. ജോ പെട്ടെന്ന് വിലങ്ങ് വലിച്ചു പൊട്ടിച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നു. റീക്ക് ബാലൻസ് തെറ്റി അവൻ പെട്ടെന്ന് റോഡിലേക്ക് വീഴാൻ പോയെങ്കിലും എങ്ങനെയൊക്കെയോ പീഡിച്ച് വലിച്ച് അകത്ത് കയറുന്നു. രണ്ടെണ്ണം തമ്മിൽ വലിയ അടി നടക്കുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി വളഞ്ഞു പുളഞ്ഞാണ് പോകുന്നത്. ബ്രേക്ക് ചവിട്ടാൻ നോക്കിയിട്ട് വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. രണ്ടെണ്ണം നോക്കുമ്പോൾ വണ്ടി ഒരു മരക്കുറ്റിയിലേക്ക് ഇടിക്കാൻ പോകുന്നു. ജസ്റ്റ് മിസ്സിന് ഒരുവിധം രണ്ടെണ്ണവും രക്ഷപ്പെടുന്നു. എന്നിട്ടും രണ്ടെണ്ണം അടങ്ങുന്നില്ല. തറയിൽ കിടന്ന് പിന്നെയും അടിപിടി. ഇലക്ട്രിക് ഗണ്ണെടുത്ത് ജോ റീയെ ഷോക്ക് അടുപ്പിക്കുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ റീ ജോയെ കയറി പിടിക്കുന്നത് കൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ഷോക്ക് അടിച്ച് ബോധം കെട്ട് അവിടെ വീഴുന്നു. ഈ സമയം ജോയ് അമേരിക്കയിലേക്ക് പോകുന്ന ആൾക്കാർ കയറുന്ന വണ്ടിയിലേക്ക് കയറുന്നു. അതേ ബസ്സിൽ തന്നെയാണ് കാങ്ങും പോകുന്നത്. അതിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ നിങ്ങൾ ജോയുടെ വൈഫാണ് എന്ന് അവളോട് ചോദിക്കുന്നു. ഇത് കാങ് കേൾക്കുന്നു. സീറ്റിൽ വന്നിരുന്ന അവൾ ബാഗ് നോക്കുമ്പോൾ അതിനകത്ത് US പൗരനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. ഇത് കണ്ട് ജോയ് കരയാൻ തുടങ്ങുന്നു. നമ്മുടെ കാങ് ഇത് കണ്ട് ഒരു ടവൽ എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. നിങ്ങൾ കൊറിയക്കാരനാണോ എന്ന് അവൾ കൊറിയയിൽ ചോദിക്കുമ്പോൾ അല്ല എന്ന് ഇംഗ്ലീഷിൽ കാങ് ഉത്തരം പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ ആളൊരു കൊറിയക്കാരാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ കാങ് അത് സമ്മതിച്ചു കൊടുക്കുന്നതേയില്ല. ഇവിടെ റീയും ജോയും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. റീക്കാണ് ആദ്യം ബോധം വരുന്നത്. ബോധം വന്ന അപ്പോ തന്നെ അവൻ ജോയെ വീണ്ടും കെട്ടിയിടുന്നു. ഇന്ന് ഞാൻ വിരമിക്കേണ്ടവനായിരുന്നു. എന്നെ ആയുധങ്ങൾ മോഷ്ടിച്ച് അമേരിക്കക്കാരുടെ വെടികൊണ്ട് ചാവാനായിട്ട് ഉത്തര കൊറിയയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് ജോ അവിടെ കിടന്ന് കരയുന്നു. പിന്നീട് രണ്ടുപേരും കൂടി ആ വെപ്പൺസും കൊണ്ട് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ഉന്തുവണ്ടി ഇവർ കാണുന്നത്. ഡിറ്റനേറ്ററും അതിൽ വെച്ച് കൂടെ റീയും കയറിയിരിക്കുന്നു. നമ്മുടെ പാവം ജോ അത് വലിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് ചോയും കാങ്ങും പോർട്ടിലേക്ക് എത്തുന്നു. അവിടെ പുറത്ത് സാധാരണ കൊറിയക്കാർ തങ്ങളെയും അകത്തേക്ക് കയറ്റാനായിട്ട് സമരം ചെയ്യുകയാണ്. കാങ്ങിനെ ചെക്ക് ചെയ്ത് അവർ അകത്തേക്ക് കയറ്റുന്നു. പക്ഷേ ചോയ്ക്ക് കൃത്യമായ രേഖയില്ലാത്തത് കൊണ്ട് അവളെ മാറ്റി നിർത്തുന്നു. കാങ് ഇത് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാരമില്ല, എന്റെ ഹസ്ബൻഡ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് മാറി നിൽക്കുന്നു. ജോയും റീയും കൂടി ഈ സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് കയറുന്നു. അവിടുന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരു കോള കിട്ടുന്നു. രണ്ടുപേരും കൂടി ആക്രാന്തത്തോടെ അത് ഷെയർ ചെയ്ത് കുടിക്കുകയാണ്. നിന്റെ മകൾ ബോച്ചിയോണിലാണോ? ആ കുട്ടി നിന്നെ തിരിച്ചറിയുമോ എന്ന് ജോ റിയോട് ചോദിക്കുന്നു. അത് കേട്ടിട്ട് അവൾ എന്നെ തിരിച്ചറിയുമോ എന്നല്ല, ഞാൻ അവളെ തിരിച്ചറിയുമോ എന്നാണ് എന്റെ ഭയം എന്ന് അവൻ പറയുന്നു. ഇവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പെട്ടെന്ന് US ആർമി കയറി വരുന്നത്. അത് കണ്ടിട്ട് ഇവര് രണ്ടുപേരും കൂടി പതുക്കെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും US ആർമി അവരെ പിടിക്കുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ടാക്സിക്കും മിന്നും കൂടി ഒരു ബസ്സുമായി അവിടേക്ക് വരുന്നത്. ജോയും റീയും കൂടി പെട്ടെന്ന് ബസ്സിലേക്ക് കയറുന്നു. എല്ലാവരും ആ ബസ്സിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്ന തൊട്ട് പിറകെ US ആർമിയും. പിന്നെ കുറെ നേരത്തേക്ക് പൊരിഞ്ഞ അടിയാണ്. ആ സമയത്ത് തന്നെയാണ് വീണ്ടും അടുത്ത സ്ഫോടനം കൂടി ഉണ്ടാകുന്നത്. അതിന്റെ എഫക്റ്റിൽ ആ പാലം മുഴുവൻ കുലുങ്ങുകയും അത് മുഴുവൻ ഇടിഞ്ഞു താരാൻ തുടങ്ങുകയും ചെയ്യുന്നു. മിൻ കുഴിയിലൊന്നും വീഴാതെ വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓട്ടിക്കുന്നത്. ഈ സമയത്ത് ചോയ് നിൽക്കുന്ന സ്ഥലമെല്ലാം കുലുങ്ങുകയും അവിടെയുള്ള ക്രെയിൻ ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ആ ഗ്യാപ്പിൽ കൂടി ബാക്കിയുള്ള കൊറിയക്കാർ മുഴുവൻ അകത്തേക്ക് കയറുന്നു. അവരുടെ ഇടയിൽ പെട്ടുപോകുന്ന ചോയെ നമ്മുടെ കാങ് വന്ന് രക്ഷിക്കുന്നു. എന്റെ ഹസ്ബൻഡ് വരുമെന്ന് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവൻ ഉത്തര കൊറിയയിലാണെന്ന് കാങ് പറയുന്നു. ഇത് കേട്ട് ചോയ് ഞെട്ടിപ്പോകുന്നു. ഇതേ സമയം ഇവിടെ പാലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഒരുവിധം ജോയും ടീമും രക്ഷപ്പെടുന്നു. പക്ഷേ US ആർമിക്കാരുടെ വണ്ടി ആ കുഴിയിലേക്ക് വീണു പോകുന്നു. ഇവരുടെ വണ്ടി ഒരിടത്ത് വന്ന് പെട്ടെന്ന് നിൽക്കുന്നു. അപ്പോൾ തന്നെ റീ ഒരു തോക്കെടുത്ത് ജോയുടെ നേരെ ചൂണ്ടുന്നു. ജോയും ഒരു തോക്കെടുത്ത് റീയുടെ നേരെ ചൂണ്ടുന്നു. ജോയ്ക്ക് സപ്പോർട്ടായിട്ട് മിന്നും കൂടെയുണ്ട്. ഈ സമയത്ത് കാങ് സെക്രട്ടറിയെ വിളിക്കുന്നു. ജോയുടെ വൈഫ് എന്റെ കൂടെയുണ്ടെന്ന് അയാൾ പറയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. താപനിലയുടെ ഉയർച്ച ഞാൻ കണക്ക് കൂട്ടിയതുപോലെ തന്നെയാണ്. സമയം ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ശ്രമിക്കണം. അതിന് പുതിയ ലൊക്കേഷന്റെ സ്ഥാനം ജോയെ അറിയിക്കണം. അത് കേട്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തകർന്നിരിക്കുകയാണെന്ന് സെക്രട്ടറി പറയുന്നു. മറ്റു വഴികളൊന്നുമില്ലെങ്കിൽ നമുക്ക് മോഷ്ടിക്കാമെന്ന് കാങ് പറയുന്നു. കമ്മ്യൂണിക്കേഷൻ ചാനൽ കിട്ടാൻ ആദ്യം പാസ്വേഡ് വേണം. നീ പോയി എങ്ങനെയെങ്കിലും അത് ഒപ്പിക്കാൻ കാങ് സെക്രട്ടറിയോട് പറയുന്നു. അങ്ങനെ സെക്രട്ടറി അകത്ത് കടന്ന് ആരും അറിയാതെ നൈസിന് ആ പാസ്വേഡ് മോഷ്ടിക്കുന്നു. പക്ഷേ CCTV ക്യാമറ വഴി അവരത് കാണുന്നു. സെക്രട്ടറി കാറിലേക്ക് കയറുന്ന സമയത്തേക്ക് US ആർമി വന്ന് അവരെ തടയുന്നു. ആ
സമയത്ത് തന്നെ കുറച്ചു പേർ കാറിൽ വന്നിട്ട് US ആർമിയെ തടഞ്ഞ് സെക്രട്ടറിയെ രക്ഷിച്ച് മറ്റൊരു കാറിൽ പറഞ്ഞയക്കുന്നു. ഇത് ചെയ്തത് വേറെ ആരുമല്ല, നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ്. ഒരു പ്രസിഡന്റ് ആയിരുന്നു ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് അയാൾ സെക്രട്ടറിയോട് പറയുന്നു. ഇതേ സമയം ജോയിൻ ടീമും ഒരു കാറിൽ റിയയും കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. എന്റെ ഇൻഷുറൻസ് കാരണം എന്തായാലും നീ എന്നെ വെടിവെക്കാൻ പോകുന്നില്ലെന്ന് റീ ജോയോട് പറയുന്നു. അപ്പോൾ നീ എന്താ എന്നെ വെടിവെക്കാത്തത്? നിന്റെ മകളെ രക്ഷിക്കാനുള്ള ഏക വഴി ഞാനാണെന്ന് നിനക്കറിയാം. നീ അവളെ കണ്ടെത്തിയാലും നീ ആ ബോർഡർ കടക്കില്ല. അപ്പോഴേക്കും ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന് ജോ പറയുന്നു. ഈ പദ്ധതി വിജയിക്കുമെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പെന്ന് റീ ജോയോട് ചോദിക്കുന്നു. അത് കേട്ടിട്ട് എനിക്ക് ഒരു ഉറപ്പുമില്ലെന്ന് ജോ പറയുന്നു. എനിക്കിനിയും ഇതിന്റെ പുറകെ കിടന്ന് തൂങ്ങാൻ വയ്യ, ഇത് നീ കൊണ്ടുപോയിക്കോ എന്ന് ജോ റിയോട് പറയുന്നു. അത് കേട്ടിട്ട് എന്റെ മോളെ ജീവനോടെ രക്ഷിക്കാൻ നിനക്ക് കഴിയും, ഇനിയും സമയമുണ്ട്, നീ എത്രയും പെട്ടെന്ന് കനിയിൽ എത്താൻ നോക്ക് എന്ന് പറഞ്ഞ് റീ കാറിൽ നിന്നും ഇറങ്ങി പോകുന്നു. അങ്ങനെ അങ്ങ് പോയാലോ, മാപ്പ് തന്നിട്ട് പോടോ എന്ന് ജോ പറയുന്നു. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ എന്ന് പറഞ്ഞ് റീ തിരികെ ചെല്ലുന്നു. ഇതേ സമയം സെക്രട്ടറി മോഷ്ടിച്ച പാസ്വേഡുമായി നമ്മുടെ കാങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. റീ തനിക്കറിയാവുന്ന റൂട്ടെല്ലാം ഒരു പേപ്പറിൽ വരച്ച് ജോയ്ക്ക് കൊടുത്ത ശേഷം തന്റെ മകളുടെ അടുത്തേക്ക് പോകുന്നു. കാങ് ഈ സമയം കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഓക്കെ ആക്കി ജോയെ വിളിക്കുന്നു. ഫോണിലൂടെ ചോയുടെ സൗണ്ട് കേട്ട് നീ എങ്ങനെ അവിടെ എത്തി, നീ ഇതൊരു ബോട്ടിൽ കയറിയില്ലേ എന്ന് ജോ ചോദിക്കുന്നു. നിങ്ങൾ നേരത്തെ വരാമെന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ഈ സമയം കാങ് ജോയോട് സംസാരിക്കുന്നു. ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ പോകേണ്ടത് കനി 9-ലേക്കല്ല കനി 7-ലേക്കാന്ന് കാങ് പറയുന്നു. അവിടേക്ക് പോകാനുള്ള മാപ്പ് നിങ്ങളുടെ കയ്യിലില്ലേ എന്ന് സെക്രട്ടറി ചോദിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ജോ കയ്യിലുള്ള പേപ്പർ വലിച്ചു കയറി വീണ്ടും റീയുടെ അടുത്തേക്ക് തന്നെ പോകുന്നു. അതേസമയം തന്നെ റീ അവന്റെ മോളെ കണ്ടുപിടിക്കുന്നു. പക്ഷെ അച്ഛനെ കണ്ടതും അവൾക്ക് ദേഷ്യം അടക്കാനായില്ല. അവൾ റീയുടെ കയ്യിൽ കടിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നു. റീ പുറകെ ചെന്ന് അവന്റെ കയ്യിലുള്ള മുട്ടായി ആ കുട്ടിക്ക് കൊടുത്ത് അതിനെ സമാധാനിപ്പിക്കുന്നു. പെട്ടെന്നാണ് അവിടേക്ക് കുറച്ചു പേർ കാറിൽ വരുന്നത്. വന്നിറങ്ങിയ ഉടനെ അയാൾ സാധനം എന്ത് ചെയ്യുന്ന റിയോട് ചോദിക്കുന്നു. അതിപ്പോൾ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അയാൾ തോക്കെടുത്ത് റിയെ വെടിവെക്കുന്നു. ഡിറ്ററേറ്റർ ഇപ്പോൾ എന്റെ അടുത്തില്ല, പക്ഷെ എന്റെ മകളെ നീ ബോർഡർ കടക്കാൻ സഹായിച്ചാൽ ഞാൻ അത് എവിടെയാണെന്ന് പറയാമെന്ന് റീ പറയുന്നു. നീ ഇത് എത്രാമത്തെ തവണയാണ് എന്നെ പറ്റിക്കുന്നതെന്ന് നിനക്കറിയാമോ എന്ന് അയാൾ റിയോട് ചോദിക്കുന്നു. ഞാൻ ഇനിയും നിന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ തോക്കെടുത്ത് വീണ്ടും റിയെ വെടിവെക്കാൻ പോകുന്നു. പെട്ടെന്നാണ് ആരോ ആ സമയം അയാളുടെ കയ്യിലേക്ക് വെടിവെക്കുന്നത്. അത് US ആർമി ആയിരുന്നു. അങ്ങനെ രണ്ട് ടീമും തമ്മിൽ അവിടെ വലിയ യുദ്ധം തന്നെ നടക്കുന്നു. ഇതിനിടയിലേക്കാണ് ജോയ് കാറുമായിട്ട് വരുന്നത്. കാറിന്റെ ഡിക്കിയിൽ ഡിറ്റനറേറ്റർ കണ്ടതും എല്ലാവരും അവിടെ വെച്ച് വെടി നിർത്തുന്നു. എന്റെ പക്കൽ ഡിറ്റനറേറ്റർ ഉണ്ടെന്ന് ജോയ് പറയുന്നു. അത് കേട്ടിട്ട് മര്യാദയ്ക്ക് അത് എനിക്ക് തന്നിട്ട് പോയിക്കോളാൻ ആ ഗുണ്ട പറയുന്നു. എങ്കിൽ ശരി, നിങ്ങൾ വന്ന് എടുത്തോ എന്ന് ജോയ് പറയുമ്പോൾ അയാൾ അടുത്തേക്ക് വന്ന് നോക്കുന്നു. അപ്പോഴാണ് അതിലെ ടൈമർ ഓൺ ആയിരിക്കുന്നത് അയാൾ കാണുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് US ആർമി അവന്റെ അടുത്തേക്ക് വരുന്നത്. അതിലെ ടൈമർ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണെന്ന് അവർ പറയുന്നു. അവർ നോക്കുമ്പോൾ ടൈമർ ഓൺ ആണ്. രണ്ടുപേരും മര്യാദയ്ക്ക് ഇത് നിർത്താൻ പറയുന്നു. അവൻ ആ ബട്ടൺ എല്ലാം ഞെക്കി, കണ്ടോ ഇത് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്നു. ഇതിൽ ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന അതേ സമയത്തെ ടൈമറാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് ഇവിടെ കിടന്ന് പൊട്ടും, അല്ലെങ്കിൽ ആ പർവ്വതം അവിടെ പൊട്ടും. ഇത് എനിക്ക് വിട്ടിട്ട് ഇവിടുന്ന് പോകുന്നതാണ് രണ്ടുപേർക്കും നല്ലതെന്ന് ജോ പറയുന്നു. ഇത് കേട്ടിട്ട് വേറെ വഴിയില്ലാതെ രണ്ട് ടീമും അവിടുന്ന് ജീവനം കൊണ്ട് ഓടുന്നു. എല്ലാവരും അവിടുന്ന് പോയ ശേഷം ഇത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ ജോ എല്ലാവരോടും പറയുന്നു. ഇത് കേട്ടിട്ട് ഞാൻ കാരണമാണ് നീ ടൈമർ ഓൺ ചെയ്തത്, അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞ് റീയും ജോയോടൊപ്പം പോകുന്നു. അവർ പോകുന്നത് കണ്ട് റീയുടെ മകൾ വാവിട്ട് നിലവിളിക്കുന്നു. പോകുന്ന വഴി ജോ ജോയെ വിളിക്കുന്നു. ഇത് വേഗം തീർത്തിട്ട് ഞാൻ വരാം, നമ്മുടെ കുഞ്ഞിന് സുഖമല്ലേ, നീ വൈറ്റമിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കണമെന്നും അവൻ പറയുന്നു. ഇത് കേട്ടിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എന്തായാലും തീർത്തിട്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന് അവൾ പറയുന്നു. നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോ, ഞാൻ എല്ലാം ശരിയാക്കാം, ഇത് ഞാൻ തരുന്ന വാക്കാണെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ആ പർവ്വതത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവർ ആദ്യമായിട്ട് അഗ്നിപർവ്വതം കാണുന്നത്. അത് തീയും പുകയും തുപ്പി ഒരു രാക്ഷസനെ പോലെ നിൽക്കുകയാണ്. അതിൽ നിന്നും ലാവയെല്ലാം തെറിച്ച് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പെടാതെ വെട്ടിച്ച് ഒരു വിധത്തിൽ രണ്ടുപേരും കൂടി ആ കനിയിലേക്ക് എത്തുന്നു. അവിടുന്ന് ഡിറ്റനറേറ്റർ ഒരു ഉന്തുവണ്ടിയിൽ തള്ളിക്കയറ്റി രണ്ടുപേരും ഓടിപ്പോവുകയാണ്. കൃത്യമായ വഴിയെല്ലാം റീ ജോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവിടെയുള്ള ഗ്യാസ് എല്ലാം ലീക്ക് ആവാൻ തുടങ്ങുന്നത്. അതിന്റെ പ്രഷറിൽ ഇവർ രണ്ടുപേരും തെറിച്ച് താഴേക്ക് വീഴുന്നു. മാത്രമല്ല പ്രഷർ കൂടി അവിടുത്തെ ജനറേറ്റർ എല്ലാം ഓഫായി പോകുന്നു. ഇവർ രണ്ടുപേരും ഒരു വിധത്തിൽ ലിഫ്റ്റിന്റെ അടുത്തെത്തുന്നു. പക്ഷെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അത് വർക്ക് ചെയ്യില്ല. അപ്പോഴാണ് ജോയ്ക്ക് അവിടുന്ന് കുറച്ച് ഡൈനാമൈറ്റ്സ് കിട്ടുന്നത്. അതുപയോഗിച്ച് ലിഫ്റ്റിന്റെ മുകളിലുള്ള കേബിൾ പൊട്ടിക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ജോ ഡൈനാമൈറ്റ് മുകളിലുള്ള ലിഫ്റ്റിന്റെ കേബിളിൽ വെക്കുന്നു. ഈ സമയത്ത് റീ ഡിറ്റനറേറ്റർ താഴെ വീഴാതിരിക്കാൻ അവന്റെ ദേഹമായി ചേർത്ത് കെട്ടിവെക്കുന്നു. ഒരു കയറ് കൂടി വേണ്ടി വരുമെന്ന് പറഞ്ഞ് ഒരു കയറെടുത്ത് തരാൻ റീ ജോയോട് പറയുന്നു. ജോ കയറെടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്ന് റീ ലിഫ്റ്റിന്റെ ഡോർ അടയ്ക്കുന്നു. നീ എന്തായി കാണിക്കുന്നത്, മര്യാദയ്ക്ക് വാതിൽ
തുറക്കാൻ ജോ റിയോട് പറയുന്നു. നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നിനക്കറിയില്ലല്ലോ, നീ പോയി അത് നോക്കിയിട്ട് വാ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് റീ പറയുന്നു. എനിക്കാണെങ്കിൽ വേറെ എങ്ങോട്ടും പോകാനില്ല, നീ പോയി നിന്റെ വൈഫിന് കൊടുത്ത വാക്ക് പാലിക്കാൻ നോക്ക്. വാതിൽ തുറക്കാൻ ജോ പറയുന്നുണ്ടെങ്കിലും റീ അതൊന്നും കേൾക്കുന്നില്ല. എനിക്ക് ഒരു വാക്ക് നീ തരുമോ എന്ന് റീ ചോദിക്കുന്നു. എന്റെ മോൾക്ക് വേറെ ആരുമില്ല, എനിക്കിപ്പോൾ വിശ്വാസമുള്ള ഒരേ ഒരാൾ നീ മാത്രമാണ്, അവളെ നിനക്ക് നോക്കാൻ പറ്റുമോ എന്ന് റീ ചോദിക്കുന്നു. ദയവ് ചെയ്ത് നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലേ എന്ന് ജോ റീയോട് പറയുന്നു. എന്നാൽ റീ അതൊന്നും കേൾക്കാതെ ആ ഡൈനാമൈറ്റിന്റെ തിരിക്ക് തീ കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ആ ലിഫ്റ്റ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. ഈ സമയത്താണ് ജോയ്ക്ക് പെയിൻ വരുന്നത്. പെട്ടെന്ന് തന്നെ കാങ്ങും സെക്രട്ടറിയും കൂടെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലുന്നു. താഴെ വീണ ജോയ്ക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും വകവെക്കാതെ അവൻ ആ ഡിറ്റനറേറ്റർ തെള്ളി നീക്കി ഒരു മൂലയിലേക്ക് പോകുന്നു. ഈ സമയത്ത് ജോ ഓടി പുറത്തേക്ക് വരുന്നു. എന്നിട്ട് കാറും എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. റീ അവസാനമായി ജോ തന്ന ആ മുട്ടായി ചവച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ടൈമർ അവിടെ സ്റ്റോപ്പ് ആവുകയും ബോംബ് പൊട്ടുകയും ചെയ്യുന്നു. അതിന്റെ പ്രഭാവത്തിൽ അവിടെ മുഴുവൻ ഇടിഞ്ഞു താഴുന്നു. പക്ഷേ ജോ അതിലൊന്നും പെടാതെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു. ഇതേ സമയത്ത് തന്നെ ജോയ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. കാങ് നോക്കുമ്പോൾ ഭൂകമ്പത്തിന്റെ വേവ് ലെങ്ത് എല്ലാം കുറഞ്ഞ് അത് വീണ്ടും നോർമൽ ആകുന്നു. രക്ഷപ്പെട്ടു വന്ന ജോയ് റീയെ ഓർത്ത് കരയുകയാണ്. കാരണം റീ ഇല്ലെങ്കിൽ ഇന്ന് കൊറിയ തന്നെ ഇല്ല. എല്ലാം നോർമൽ ആയത് കണ്ട് കൊറിയയിലുള്ള ജനങ്ങളെല്ലാം സന്തോഷിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കാങ് അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. കാങ്ങിനെ സ്വീകരിക്കാനായി നമ്മുടെ സെക്രട്ടറി എയർപോർട്ടിലുണ്ട്. ഇനി അമേരിക്കയിലേക്ക് പോകാതെ നാട്ടിൽ തന്നെ കൂടാനാണ് പുള്ളിക്കാരന്റെ ഉദ്ദേശം. ഇവിടെ ജോയുടെ വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണ്. റീയുടെ മകളെ അവരുടെ സ്വന്തം മകളെ പോലെയാണ് അവർ കാണുന്നത്. കൂടെ ഇവരുടെ ഇളയ കുഞ്ഞുമുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മുടെ ജോയുടെ ഫാമിലിയും കാണിച്ചുകൊണ്ട് ഈ പടം അവിടെ അവസാനിക്കുകയാണ്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങളും കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി.